ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മഖ്ലൂഖീൻ വഅലാ കുല്ലി വസ്സഹാബ അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഖുലിഖ വൽ ഖാതിമി ലിമാ സബഖ വൻ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വാലിഹി സ്വലാത്തൻ തജഅലു കലാമി മുൽഹമൻ നാഫിയൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വാലിഹി സ്വലാത്തൻ തുയസ്സിറു ഉമൂരി. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ചർച്ച, എപ്പോഴാണ് ഒരാൾക്ക് നിർബന്ധമാകുന്ന സാഹചര്യം? പൈസ കയ്യിൽ കിട്ടി, ഇനിയിപ്പോൾ അങ്ങോട്ട് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ? അതല്ല, നിസ്കാരത്തിലൊക്കെ ഇപ്പോൾ 3:50 അസുറ ബാങ്ക് എങ്കിൽ 3:40 ഒരു പെണ്ണിന് ഹൈദ് നിലച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇപ്പോൾ ആ സമയത്ത് ളുഹർ നിർബന്ധമുണ്ടോ എന്നുള്ളൊക്കെ ചർച്ച പോലെ ഉള്ള ചർച്ച. അപ്പോൾ അങ്ങനെ പറഞ്ഞു, പിന്നെ അവൻ്റെ ദിമ്മത്തിൽ മുസ്തഖർ ആവാൻ ഉള്ള ഷർത്താണ് വലൈസ ഷർത്തില്ല അസുൽ വുജൂബ്. അസുൽ വുജൂബിൻ്റെ ഷർത്തല്ല. ദിമ്മത്തിൽ മുസ്തഖറായോ, ഇനി ഓൻ്റെ ഉടനെ ഇതായിട്ട് നിർബന്ധമായി എന്നിട്ട് വീട്ടിയില്ല, എന്നിട്ട് ഇനി അവൻ്റെ വലിയ വീട്ടണോ എന്നുള്ള ചർച്ചയൊക്കെ വന്നപ്പോൾ പറഞ്ഞത്, പിന്നെ ഒന്ന് പറഞ്ഞത് ഇബ്നു സലാം ഇന്നമാഹുവ ഷർത്തുൽ ഇസ്തിഖ്റാർ ഫി ദിമ്മത്തിഹി, അവൻ്റെ ദിമ്മത്തിൽ അത് മുസ്തഖറാവാനുള്ള ഷർത്താണ്. ലിയജിബ ഖളാഉഹു മിൻ തരിക്കത്തി, അവൻ്റെ തരിക്കത്തിൽ നിന്നിട്ട് ഖളാ വീട്ടാൻ വേണ്ടിയിട്ട്. ലൗ മാതഖബലിൽ ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വീണാൽ. വലൈസ ഷർത്തിൽ അസുൽ വുജൂബി, അസുൽ വുജൂബിൻ്റെ ഷർത്തല്ല. അപ്പോൾ ഓനക്ക് പിന്നെ അപ്പോൾ നിർബന്ധമായി ഉണ്ടാവില്ല. പക്ഷേ ഓൻ്റെ അനന്തര സ്വത്തിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? അവൻ്റെ അനന്തരവന്മാരെ അത് വീട്ടേണ്ടി വരും എന്നാണ് അവിടെ വന്നത്. അപ്പോൾ ഫൈജിബു അലൽ മുസ്തതി ഫിൽ ഹാലിൽ ഇസ്തിതാത്തുള്ള അവൻ്റെ മേൽ നിർബന്ധമാകും. കസ്വലാത്ത് നിസ്കാരം പോലെ. തജിബു ബി അവലിൽ വക്ത്, അവൽ വക്തിൽ നിർബന്ധമാകുമല്ലോ. കബല മുളിയ ജമനിനെ സൗഹ, ഒരു പിന്നെ നിസ്കാരത്തിന് വിശാലമാകുന്ന ഒരു സമയം വിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട്. തസ്തഖിറു ദിമ്മത്തിൽ നിർബന്ധമാകും. ബി മുളിയ ജമനി തമക്കുനി മിൻ ഫീലിഹ, അതിൻ്റെ ഫീലിൻ്റെ തമക്കുനായ സമനിൽ നിന്ന്. അപ്പോൾ 4 മണിക്ക് അസുർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ 4 മണി മുതൽ തന്നെ എന്ത് ചെയ്തു? എനിക്ക് എന്ത് ചെയ്തു? അത് അസറിന് നിർബന്ധം സ്റ്റാർട്ട് ചെയ്തു. ഇനിയോ 4:10 മരണപ്പെട്ടിച്ചാൽ 4:05 വരെ അവനക്ക് എന്തായിരുന്നു? ആ നിസ്കരിക്കുമായിരുന്നു. ഇനി അവൻ എന്ത് ചെയ്യണം? കുറ്റക്കാരനാണ്, ഖളാവ് വീട്ടണം എന്ന് പറയുന്ന ആ ഒന്നുണ്ടല്ലോ. അതായത് യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെ നിസ്കാരത്തിലേ വരില്ല. നിസ്കാരത്തിലെപ്പോഴാണ് അവനക്ക് നിർബന്ധം വരിക? 6 മണിക്ക് 6:30 മഗ്രിബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6:25 വരെ അവനക്ക് നിസ്കരിക്കൽ നിർബന്ധമില്ല. 6:25 ശേഷം അവന് ബന്ധിച്ച് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കുറ്റക്കാരനാകുക. പക്ഷേ ഒരു വുജൂബ് വരുന്നുണ്ടല്ലോ, 4 മണിക്ക് അസുർ ബാങ്ക് കൊടുത്ത മുതൽ എനിക്കൊരു വുജൂബ് വരുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് വുജൂബ് വന്നിട്ടുണ്ട്. പിന്നെ അവന് 4:10 മുമ്പ് മരിക്കണതിൻ്റെ മുമ്പായിട്ട് അവൻ എന്ത് നിസ്കരിക്കേണ്ടിയിരുന്നു എന്നതുപോലെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ പിന്നെ ഇനി അവൻ്റെ അനന്തരന്മാരെന്ത് ചെയ്യണം? അത് വീട്ടണം. അതാണ് ഇവിടെ ഒരു ചർച്ച. ഫജിബു അലൽ മുസ്തതി ഫിൽ ഹാലി കസ്വലാത്തി തജിബു അവൽ വക്തി ഖബല മുളി സമനി നസൗഹ വതസ്തഖിറു ഫി ദിമ്മത്തി ബി മുളി സമനി തമക്കുനി മിൻ ഫീലിഹ. അത് ചെയ്യാൻ സാധ്യമായ ഒരു സമയം വിട്ട് കടന്നിട്ട് ചെയ്യാത്തത് കൊണ്ട് അവന് പിന്നെ ദിമ്മത്തിൽ എന്ത് ചെയ്യും? അത് മുസ്തഖറാകും. സൗവബ ഫി റൗലത്തി അല്ല അവലിനെയാണ് എന്ത് ചെയ്തത്? തസ്വീവാക്കിയത്. വജാബാനി സ്വലാത്തി, നിസ്കാരത്തിനോട് കമ്പയർ ചെയ്ത് ബി അന്നഹ ഇന്നമാ തജിബി അവലിൽ വക്തിയിൽ ഇംകാനി തത്മീമിഹ, പൂർത്തിയാക്കാൻ സമയമുണ്ടല്ലോ, അതുകൊണ്ടാണ് അവല് വക്തിൽ നിർബന്ധമാകുന്നത്. പക്ഷേ ഹജ്ജ് എന്നുള്ളത് എന്തല്ല, അങ്ങനെയല്ല. അതുകൊണ്ട് അവലിനെയാണ്. അവല് പറഞ്ഞാൽ ഈ പിന്നെ ഇതിൽ പറഞ്ഞല്ലോ, 2 അഭിപ്രായം വന്നതിൽ നിർബന്ധമാവില്ല എന്ന് പറഞ്ഞ ആ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ആ അഭിപ്രായത്തെയാണ് എന്ത് ചെയ്തത്? പിന്നെ മുന്തിച്ചിട്ടുള്ളത്. അടുത്തത് അന്നൗസാനി ഇസ്തിതാഅത്തു തഹ്സീലിഹി ബിഗൈരി. നമ്മൾ പറഞ്ഞു ഇസ്തിതാഅത്ത് 2 ഇനം പറഞ്ഞു. ഒന്ന് ഓനെക്കൊണ്ട് പറ്റുക എന്ന് പറഞ്ഞു, പിന്നെ മറ്റൊന്ന് വേറെ ആളെ കൊണ്ട് പറ്റുക. അതെങ്ങനെ? അന്നൗസാനി ഇസ്തിതാഅത്തു തഹ്സീലി ബിഗൈരി, വേറെ ആളെ കൊണ്ട് കരഗതമാക്കാൻ സാധ്യമാവുക. അപ്പോൾ ഫമൻ മാത്ത, ഒരാൾ മരിച്ചു, വഫി ദിമ്മത്തി ഹജ്ജുൻ, മരണപ്പെട്ടവൻ്റെ ദിമ്മത്തിൽ ഹജ്ജുണ്ടെങ്കിൽ വജബൽ ഹിജാജു അൻഹു മിൻ തരിക്കത്തി, അവൻ്റെ തരിക്കത്തിൽ നിന്ന് ഹജ്ജു ചെയ്യിക്കൽ നിർബന്ധമാണ്. കമാ തുഖ്ലാ മിൻഹാ ദുയൂനുഹു, അവൻ്റെ കടങ്ങളൊക്കെ അതിൽ നിന്ന് വീട്ടപ്പെടുന്നത് പോലെ. ഫലൗ ലം യകുൻ ലഹു തരിക്കത്തുൻ,
എല്ലാ അവനക്ക് അവൻ്റെ തെരിക്കത്തിലില്ലെങ്കിൽ ഉസ്തുഹിബ്ബലി വാരിസിഹി വാരിസിനക്ക് എന്ത് ചെയ്യും നിർബന്ധമാകും അയ്യഹുജാൻഹു അവനെ തൊട്ട് എന്ത് ചെയ്യൽ ഹജ്ജ് ചെയ്യൽ വാരിസിനക്ക് എന്ത് ചെയ്യും നിർബന്ധമാകും. അപ്പോൾ ഫൈൻ ഹജ്ജ നഫ്സിഹി അവൻ്റെ നഫ്സിനെ തൊട്ട് ഹജ്ജ് ചെയ്തു. ഔ ബിസ്തിജാരിൻ അല്ലെങ്കിൽ കൂലി ഒരാളെ വിളിക്കൽ കൊണ്ടാണെങ്കിൽ സഖത്തുൽ ഹജ്ജു അനിൽ മയ്യിത്തി മയ്യിത്തിനെ തൊട്ട് ഹജ്ജ് സാഖിത്തായി പോകും. ഇനി വലോ ഹജ്ജ അൻഹു അജ്നബിയുൻ വല്ല അജ്നബിയും എൻ്റെ ഇവനെ തൊട്ട് ഹജ്ജ് ചെയ്താൽ ജാസ അനുവദനീയമാണ്. വല്യം ഇതല്ലഹുൽ വാരിസ് വാരിസ് സമ്മതം കൊടുത്തിട്ടില്ലെങ്കിൽ ശരി. അതേതുപോലെ കമായു ഖലാദൈനുഹു ബിഗൈരിദിനിൽ വാരിസി വാരിസിൻ്റെ ഇതിന് കൂടാതെ ദൈനൊക്കെ വീട്ടപ്പെടുന്ന പോലെ തന്നെ വയുബിരി ഉൽ മയ്യിത്തു ബി മയ്യിത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യും ബരി ആയി പോകും. ذكر ذلك كله في شرح المهذب ذكر ذلك كله في شرح المهذب. روى مسلم عن بريدة أن امرأة قالت يا رسول الله إن أمي ماتت അവിടുന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് നബിയെ. ഫലം തഹുജ്ജ ഖത്തു ഇതുവരെയായിട്ട് ഹജ്ജും ചെയ്തിട്ടുമില്ല. അപ്പം ഹജ്ജു അൻഹ ഞാൻ എൻ്റെ ഉമ്മയെ തൊട്ട് ഹജ്ജ് ചെയ്യട്ടെ. ഖാല ഹജ്ജി അൻഹ അവളെ തൊട്ട് നീ ഉമ്മയെ തൊട്ട് ഹജ്ജ് ചെയ്ത മോളെ എന്ന് പറഞ്ഞു. അവൻ നസാഇ വഗൈറുഹു ബിസ്നാദിൻ ജയ്യിദിൻ. വേറെ റിവായത്ത് അന്ന റജുലൻ സഅലൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു അനിൽ ഹജ്ജി അൻ അബീഹി തൻ്റെ വാപ്പയെ തൊട്ട് ഹജ്ജ് ചെയ്യലിനെ തൊട്ട്. ഫഖാല അറഅയ്ത ലൗ കാന അലാ അബീക ദൈനുൻ നിൻ്റെ ഉപ്പയുടെ മേൽ കടം ബാക്കിയായിട്ടുണ്ട്. അങ്ങനെ ഫഖളൈതുഹു അൻഹു പാനെ തൊട്ട് വീട്ടിൽ കഴിഞ്ഞാൽ എന്താ എൻ്റെ അഭിപ്രായം എന്താ ശരിയാവൂലേ? അകാന ദാലിക ജുസി അൻഹു അപ്പാനെ തൊട്ട് അത് മതിയാവൂലേ? ഖാല നഅം ഖാല ഫഹ്ജുജ് അൻഹു അപ്പോൾ ഉപ്പയെ തൊട്ട് നീ ഹജ്ജ് ചെയ്തളാ. അടുത്ത ചർച്ച വൽ മഗ്ലൂബ് ഗസ്ബ് എൻ്റെ സാധനമാണ്. അൽ ആജിസു അനിൽ ഹജ്ജി ബി നഫ്സിഹി വൽ മഅ്ലൂബുൽ ആജിസു മഅ്ലൂബ് അളബ് എന്ന് പറഞ്ഞാണ്. മഅ്ലൂബ് എന്ന് പറഞ്ഞാൽ മഗ്ലൂബ് മഖ്സൂബുമല്ല. മഗ്ലൂബ് പറഞ്ഞാൽ കോപിക്കപ്പെട്ടതിൽ മഖ്സൂബ് പറഞ്ഞാൽ കൊള്ളയടിക്കപ്പെട്ട. ഇവിടെ മഅ്ലൂബ് പറഞ്ഞാൽ തകർന്നവൻ. അൽ ആജിസു അനിൽ ഹജ്ജി ബി നഫ്സി സ്വയം ഹജ്ജ് ചെയ്യാൻ കഴിയാത്തവൻ. ലിഖബരിന ഗൈരിഹി വാർദ്ധക്യമോ അതല്ലാത്തതോ കൊണ്ട് അങ്ങനത്തവൻ. ഇൻ വജദ ഉജ്റത്ത മൻ യഹുജ്ജു അൻഹു ഇവനെ തൊട്ട് ഹജ്ജ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവൻ്റെ ഒരു പണം വേജ് ഇവനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ബിജുറത്തിൽ മിസിൽ ഉജുറത്തിൽ മിസിൽ കൊണ്ട് അപ്പോൾ അജ്ർ മിസിൽ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ലസിമഹുൽ ഹജ്ജു ബിഹ ആ ഉജുറത്തുൽ മിസിൽ കൊണ്ട് ഹജ്ജ് നിർബന്ധമാകും. വഷ്തർത്തു കൗനുഹ ഫാദിലത്തനിൽ ഹാജാത്തിൽ മദ്കൂറ മേലെ പറയപ്പെട്ട ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ. ആ ആവശ്യങ്ങളത്തെ തൊട്ടൊക്കെ മിച്ചമായ പണമാകണം. ഫീമൻ ഹജ്ജ് ബിനഫ്സിഹി പിന്നെ ബിനഫ്സ് കൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ഒരുത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പറയപ്പെട്ട പണങ്ങളുണ്ടല്ലോ. സ്വന്തം ചെയ്യണമെന്നതിന് എത്ര കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞില്ലേ, അതേ പണമാണ് ഈ നമ്മൾ ബൈസ്റ്റാൻഡർ വെച്ച് ചെയ്യിപ്പിക്കുമ്പോഴും വേണ്ടത്. ലാക്കിൻ ലാഷ്തർത്തു നഫക്കത്തുൽ ഇയാലി ദഹാബം വ ഇയാബ അവിടെ നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നു. ഇവൻ ഹജ്ജ് പോകുന്ന ആ ടേമിൽ ഈ പോകുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ആ ഒരു ടേം ഒരു 1 മന്താന്ന് വെക്കുക. ആ 1 മന്തിൽ ഇവൻ്റെ ആശ്രിതരുടെ ചിലവും പോക്ക് വരേണ്ട സമയത്തുള്ള 1 മന്തിലെ ചിലവ് പറഞ്ഞല്ലോ, അത് ഇവിടെ ഉണ്ടാവില്ല. കാരണം ഇവൻ പോണില്ലല്ലോ, ഇവൻ ബൈസ്റ്റാൻഡർ വെക്കുന്നല്ലോ, ഇവൻ നാട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇവൻ പോകുന്ന അതായത് ഇവൻ ബൈസ്റ്റാൻഡർ പോകുന്ന ആ പീരീഡിലെ സമയത്തുള്ള ഇവൻ്റെ വീട്ടുകാർക്കുള്ള ഭക്ഷണം നിബന്ധനയില്ല. അപ്പോൾ മൊത്തം 5 ലക്ഷം റുപ്യാണ് ചിലവഴിച്ചാൽ 50,000 റുപ്യ കുടുംബങ്ങളുടെ ചിലവാണ്. 4,50,000 മതി. ഫൈനഹു ഇദാലം യുഫാരിഖ് അഹ്ലഹു യുംകിനുഹു തഹ്സീലു നഫഖത്ത് കാരണം സിമ്പിൾ ലോജിക്കാണ്. ഫൈനഹു ഇവൻ ഇദാലം യുഫാരിഖ് അഹ്ലഹു ഇവൻ്റെ കുടുംബക്കാർ വേറെ പിരിഞ്ഞിട്ടില്ല എങ്കിൽ യുംകിനുഹു തഹ്സീലു നഫഖത്തിഹിം അവരുടെ നഫഖ കിട്ടല്ലോ എനിക്ക് മുംകിനല്ലേ. വലൗലം യജിദില്ല ഉജറത്ത മാഷിൻ മാഷിയുടെ ഉജറത്തെ കിട്ടി. വലൗലം യജിദില്ല ഉജറത്ത മാഷിയുടെ ഉജറത്തല്ലാതെ എത്തിച്ചിട്ടില്ലെങ്കിൽ വജബ ഇസ്തിജാറുഹു എന്നാൽ മാഷിയെ ഇസ്തിജാർ ചെയ്യണം ഫിൽ അസ്വഹ അനുസരിച്ച്. ഇതിലാ മശക്കത്ത് അലൈഹി ഫി മഷീൽ അജീരി ഒരു കൂലിക്കാരൻ നടക്കുന്നതിലും എനിക്ക് കുഴപ്പമില്ല. വണ്ടി പോകാൻ ഒരാൾ നടന്ന് ഹജ്ജ് പോകാൻ തീരുമാനം എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ബിഖിലാഫിമ ഇദാ ഹജ്ജ ബിനഫ്സി യശഖു അലൈഹിൽ മശിയു ഇവൻ സ്വന്തം നടന്നിട്ട്
ഇവനക്ക് ഹജ്ജ് ചെയ്യൽ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നടന്നു പോകൽ നിർബന്ധമില്ല. പക്ഷെ വേറൊരാൾ നടന്നു പോയിട്ട് ഇവനക്ക് ഹജ്ജ് ചെയ്യാം, അതിൻ്റെ പണമാണ് പറഞ്ഞതെങ്കിൽ അതിനെന്താക്കാം, മതി. അപ്പോൾ നടന്ന് ഹജ്ജ് പോകൽ അത്ര ആക്ഷേപമൊന്നുമല്ല. നിലവിൽ തന്നെ ഒരാൾ നിലവിൽ ഹജ്ജിന് പോകൽ ഖിലാഫുൽ അഫ്ളലല്ലേ വരുന്നുള്ളൂ, എന്ത് വരുന്നില്ല, ഹറാമോ കറാത്തോ ഒന്നും വരുന്നില്ല. വഖൗലുഹു അൽ ആജിസു എന്ന് പറഞ്ഞില്ലേ, ഇലഹ് സിഫത്തും കാശിഫത്തും ഫിമാനെ തഫ്സീരിൽ മഗ്ലൂബ്, മഗ്ലൂബിനുള്ള ഒരു സിഫത്തും കാശിഫാണ്. സിഫത്തും കാശിഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയുമല്ലോ അല്ലേ, ജ്വലിക്കുന്ന സൂര്യൻ എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ജ്വലിക്കുന്നതാണ്. പിന്നെ അതിനെ ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ സിഫത്തുൻ കാശിഫാണ്. ചില സിഫത്തുകൾ എന്ത് ചെയ്യും, നമുക്ക് തമ്മീസിൻ്റെ സിഫത്ത് വരും, തഖ്സീസിൻ്റെ സിഫത്ത് വരും, ചിലത് കഷ്ഫിൻ്റെ സിഫത്താണ്. നിലവിൽ പറഞ്ഞ ആ സാധനത്തെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഐഡൻറ്റിറ്റി കിട്ടിയിട്ടില്ല, ഉള്ളതിനെ പറഞ്ഞതാണ്. പിന്നെ അൽഫിയനൊക്കെ വന്നിട്ടുണ്ടല്ലോ, എൻ്റെ ജമീലായ സനാഇനക്ക് അവകാശപ്പെട്ടവനാണ് ഇബ്നു മൂത്തി എന്ന് പറഞ്ഞപ്പോൾ സനാ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ജമീലാണ്. അപ്പോൾ സനാഇയൽ ജമീല എന്ന് പറഞ്ഞാൽ സിഫത്തുൻ കാശിഫ്. എന്നതുപോലെ വൽ മഗ്ലൂബു എന്ന് പറഞ്ഞാൽ അവൻ തന്നെ തകർന്നവൻ എന്ന് പറഞ്ഞാൽ മീൻസ് അവന് ആശ്രിതനാണ്, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയണം, സ്വയം കഴിയില്ല. അപ്പോൾ അൽ ആജിസു എന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്താണ്, തഫ്സീറാണ്. ഫിമാന തഫ്സീറിൽ മഗ്ലൂബിനെ തഫ്സീർ ചെയ്തതുപോലെ സിഫത്തുൻ കാശിഫയാകുന്നു. ഇനി വേറെ ചർച്ച. വലോ ബദല ബിൽ മൗജമ, അതായത് പുള്ളിയുള്ള ദാല് കൊണ്ട്, ബദല എന്ന് മുഹ്മലത്തായ ദാല് കൊണ്ടല്ല, പുള്ളിയുള്ള മൗജമത്തായ ദാല് കൊണ്ട്. വലോ ബദല ബിൽ മുജമത് ഐ അഅ്ത, വല്ലവൻ നൽകി, വലതുഹു എൻ്റെ മകനോ, അവ അജ്നബിൻ അല്ലെങ്കിൽ വല്ല അന്യനോ, മാലൻ സമ്പത്തിൽ ലുജറത്തി, ഇതിൻ്റെ ചെലവിനുള്ള ഒരു പണം ഒരാൾ നൽകി. ലം യജിബ് ഖബൂലു ഫിൽ അസ്വഹി, അസഹായത്തിനനുസരിച്ച് വാങ്ങൽ നിർബന്ധമല്ല. കാരണം എന്താ, ലിമാ ഫീഹി മിനൽ മിന്നത്തി സഖീല, അതൊരു ഭാരം പിടിച്ച ഒരു മിന്നത്ത്, ഒരു കോംപ്ലക്സ് ഉണ്ട്, ഒരു ചേപ്രത്തരം എന്നൊക്കെ നമ്മൾ പറയുന്ന ഉസ്താദുമാരുടെ ഭാഷയെ പറയും. അസഹിൻ്റെ മുക്കാബിൽ എന്താണ്, അസാനി യജിബുൽ യഹ്സൂലിൽ ഇസ്തിത്വാഅത്തി ബി, അതുകൊണ്ട് ഇസ്തിത്വാഅത്ത് കിട്ടുന്നുണ്ടല്ലോ. വൽ വുജൂബ് ഫിൽ വലദി, അപ്പോൾ വലദിലുള്ള വുജൂബ് ഔലാ മിൻഹു ഫിൽ അജ്നബി, അജ്നബിയിലുള്ള വുജൂബിനേക്കാൾ മകൻ്റെ നിന്ന് വാങ്ങൽ നിർബന്ധം, അന്യൻ്റെ അടുത്തുനിന്നോ അത് കുറച്ചും കൂടി മോശം. അതുകൊണ്ട് മകൻ്റെ അടുത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, വുജൂബ് കുറച്ചുകൂടി ഔലയാണ് അന്യരെക്കാൾ. വ ബദിലുൽ അബി അൽ മാല, വാപ്പ സമ്പത്ത് ചിലവഴിക്കൽ, കബദിലിൽ ലിബിനി, മകൻ ചിലവഴിക്കുന്ന പോലെ തന്നെയാണ്. ഔക്ക ബദിലിൽ അജ്നബി, അല്ലെങ്കിൽ അജ്നബി ചിലവഴിക്കുന്നത് പോലെ. അത് ഫീഹി, അതിലുണ്ട് ഇഹ്തിമാലാനി, രണ്ട് ഇഹ്തിമാലുണ്ട്. ദക്കറുഹുമൽ ഇമാം അസ്വഹുമൽ അവ്വലു, രണ്ട് ഇഹ്തിമാല് ഇമാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അസ്വഹ് എന്താണ്, അൽ അവ്വലാണ്. അപ്പോൾ മകനാണെങ്കിൽ വുജൂബ് എന്നിടത്തേക്കാണ് പോകുന്നത്. വലോ ബദലൽ വലുതു തോഅത്ത, അല്ലെങ്കിൽ മകൻ എന്ത് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് തോഅത്തിന് ഫിൽ ഹജ്ജ്, ഹജ്ജിൽ എന്ത് ചെയ്യുക, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് സർവീസ് ഓന് പിന്നെ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. വജബ ഖബൂലുഹു ബിൽ ഇദിനി ലഹു ഫീഹി, അവനക്ക് അതിലെന്ത് ചെയ്യണം, സമ്മതം കൊടുത്തിട്ട് ഖബൂൽ നിർബന്ധം. വഖദൽ അജ്നബിയും എന്ത് തന്നാൽ, വോളണ്ടറി സർവീസ് നൽകാമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുമെന്ന് ഫിൽ അസ്വഹ്. അപ്പോൾ മകൻ്റെതിൽ കബൂലിൽ എന്തെങ്കിലും രണ്ട് അഭിപ്രായമില്ല. പക്ഷേ അജ്നബിയുടേത് കബൂൽ ചെയ്യുന്നതിലോ അവിടെ പിന്നെ ഖിലാഫുണ്ട്. അതാണ് അസ്വഹും അസഹിൻ്റെ മുക്കാബിലി. പിന്നെ അസഹ് പറ്റുമെന്ന് പറഞ്ഞതോ, വൽ മിന്നത്തു ഫി ദാലിക ലൈസത്ത് കൽ മിന്നത്തി ഫിൽ മാലി, സമ്പത്ത് തരുമ്പോൾ വാങ്ങുന്ന മിന്നത്ത് പോലെയല്ല ഒരാൾ ബോഡി കൊണ്ട് വളണ്ടറി ചെയ്യുക. അപ്പോൾ നമ്മളെ സംഘടനക്ക് ശരീരം കൊണ്ട് ചെയ്യണം. നമ്മൾ ഉസ്താദുമാരൊക്കെ നാട്ടിൽ വരുമ്പോഴും അങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾ അവിടെ പോയിട്ട് പലതും അവർക്ക് ശരീരം കൊണ്ട് ചെയ്യണം. അല്ല ഒന്നും വേണ്ട അറിയില്ല, അവർക്ക് ഇനി വേണ്ടാന്ന് അതൊരു മോശമായിട്ട് തോന്നില്ല. പക്ഷേ പണം കൊടുക്കലോ, അലാഖറാനൽ ഇൻസാന യസ്തങ്കിഫു, എനിക്കറിയില്ല, മനുഷ്യന് മടിയാവും. അലിസ്തിആനത്ത് ബിമാലിൽ ഗൈരി, വേറെയുള്ള ആളുടെ സമ്പത്ത് കൊണ്ട് ഒരു സഹായം തേടലും ആ സഹായം ഉപയോഗിക്കലൊക്കെ മടിയാവും. വലാസ്തങ്കിഫു അനിൽ ഇസ്തിആനത്ത് ബിബദനിഹി ഫിൽ അശ്ഗാലി, ശുഗലുകളിലൊക്കെ മറ്റോ വന്നിട്ട് സഹായിച്ചു കൊടുക്കുന്നത് അതിന് അത്ര എന്തുണ്ടാവില്ല, മടി ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടുകയോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, സ്വാഭാവികമായിട്ട് എന്തുണ്ടാവില്ല, മടി ഉണ്ടാവില്ല. അപ്പോൾ മുക്കാബിൽ അസഹി
യുഫദ്ദിഖു ബി അന്നൽ വലദ ബളഅത്തും മിൻഹു, അവൻ്റെ ഒരു പീസല്ലേ. ഫനഫ്സുക നഫ്സി, അപ്പം മകൻ കൊടുക്കുന്നതും ആ കൊടുക്കുന്നതൊക്കെ ഒരുപോലെ തന്നെയല്ലേ. ബി ഖിലാഫി ഗൈരിഹി, വേറുള്ളവർക്കെതിരെ. വല്ല അഹൂ വല്ല അബൂക്കൽ അജ്നബി, അബും അഹോക്ക അജ്നബിനെ പോലെ തന്നെയാണ്. അപ്പോൾ അജ്നബിൻ്റെത് സ്വീകരിക്കണോ സ്വീകരിക്കേണ്ട നിലയിൽ രണ്ട് ചർച്ചയുണ്ട്. ലിഅന്ന ഇസ്തിഖ്ദാമഹ യുസഖിലു, അതിനെ ഇസ്തിഖ്ദാമ് ചെയ്യൽ, അവരുടെ കൊടുക്കുന്ന ഉജറത്തിന് ഇസ്തിഖ്ദാമ് ചെയ്യൽ യുസഖിലു, അതൊരു ഭാരമാക്കും. ഇനി വലോ ബദലൽ വലതു അവിൽ വലതു, വലു വലദൽ വലതു അവിൽ വാലിദു, വാപ്പ മകൻ പറഞ്ഞ, അപ്പോൾ വാപ്പാക്ക് വാലിദ് പറഞ്ഞ വാപ്പ മകനിക്ക് തോഅത്ത യഹുജ്ജ മാഷിയ, നടന്ന് തരാമെന്ന് പറഞ്ഞു. ഫഫി വുജൂബി ഖബൂലിഹി വജ്ഹാൻ, നടന്നിട്ട് തോഅത്ത് തരാമെന്ന് പറഞ്ഞതിൽ വജ്ഹാൻ, രണ്ട് വജ്ഹുണ്ട്. സഹുമാ ഫി റൗളത്തി ലാജിബു ആണ്. ലിഅന്നഹു യശുഖു അലൈഹി മശീഹുമാ ബി ഖിലാഫി മശീൽ അജ്നബി, അജ്നബിയുടെ മഷീ പോലെയല്ല വാപ്പ മകനക്ക് വേണ്ടി നടക്കൽ, മകൻ വാപ്പാക്ക് വേണ്ടി നടക്കൽ എന്ന് ഇടങ്ങാറുണ്ട്. വലോ ത്വലബൽ വാലിദി മിനൽ വലദി, വാപ്പ മകനിൽ നിന്ന് തേടി അയ്യഹുജ്ജ അൻഹു, ഹജ്ജ് ചെയ്യാൻ ഉസ്തുഹിബ്ബ ലഹു ഇജാബത്തു സുന്നത്താണ്. കമാ ദുക്കിറ ഫി ശറഇൽ മുഅത്തബി. വലോ ബദലൽ വലദു ത്വാഅത്തിന് എന്ത് ചെയ്തു, വലത് സന്താനം ഞാൻ സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞു. സുമ്മ അറാദ റുജുഅ, പിന്നെ എന്ത് ചെയ്താൽ പറ്റൂല എന്ന് മടങ്ങാനും വിചാരിച്ചാൽ, ഫൈൻകാന ബാദ ഇഹ്റാമി, ഇഹ്റാം ചെയ്തതിൻ്റെ ശേഷമാണ് അവൻ വേണ്ടിയതെങ്കിൽ മെജുസ്, അല്ല അവനക്ക് എന്താൻ പറ്റില്ല, മടങ്ങാൻ പറ്റില്ല. ആ ഖബലഹു, അല്ല ഇഹ്റാമിൻ്റെ മുമ്പ് തന്നെ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു, എന്ത് ചെയ്തു, പിന്നെ കൂലിയൊന്നും വേണ്ട ഞാൻ വെറുതെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ മാറിയാൽ ജാസബിൽ അസ്വഹിൽ എന്ത് ചെയ്യും, അത് അനുവദനീയമാണ്. ഇതാക്കാൻ റുജൂഹു അൽ ജായിസ, അവൻ്റെ ജായിസായ റുജു ആണെങ്കിൽ, അപ്പോൾ പിന്നെ ഇവനക്ക് റുജു ജായിസാകാത്ത വിധമുണ്ട്, ജായിസാവുന്ന വിധവും ജായിസാവാത്ത വിധമുണ്ട്. ഇതാക്കാൻ റുജുഉൽ ജായിസു, ഇവൻ്റെ അനുവദനീയമായ റുജു ആണെങ്കിൽ, ഖബല യഹുജ്ജ അഹ്ലു ബലദിഹി, അവൻ്റെ അഹ്ലു ബലദ് ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, തബയ്യുനൻ ഇല്ലം യജിബ് അലൽ അബി. അപ്പോൾ അവിടെ വരുന്നത്, അപ്പോൾ മകന് ഏറ്റെടുത്തതിൻ്റെ ശേഷം റുജു പറ്റിക്കഴിഞ്ഞാൽ പറ്റുമോ പറ്റൂല എന്നുള്ളതാണ്. അത് പറഞ്ഞത് ഇതാക്കാൻ ഫൈൻകാന ബഅദ ഇഹ്റാമിഹി, ഇഹ്റാമിൻ്റെ ശേഷമാണ് ലമജുസ് പറ്റൂല. ഔ ഖബലഹു ജാസ ഫിൽ അസ്വഹി, ഇതാക്കാൻ റുജൂഹുൽ ജായിസു, അവൻ്റെ ജായിസായ റുജു ഖബല യഹുജ്ജ അഹ്ലു ബലദിഹി, അവ നാട്ടുകാർ ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ്. തബയ്യുനൻ അന്നഹു ലം യജിബ് അലൽ അബി, വാപ്പയെ തൊട്ടവന് ഹജ്ജ് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഹജ്ജിൻ്റെ ടൈം ആയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് അവനക്ക് എന്താകാൻ പറ്റുള്ളൂ, വിട്ടു പിരിയാൻ പറ്റുകയുള്ളൂ, ജായിസ് ആവുകയുള്ളൂ. ഇനിയിപ്പോൾ വാപ്പാക്ക് അതിൻ്റെ മേൽ ചോദ്യം വരുമോ എന്നുള്ളതൊക്കെയാണ് അവിടെ ആ ജവാസിൻ്റെ ചർച്ച. പറവ ഷെയ്ഖാനി നബിൻ അബ്ബാസിൻ അന്നംബ്രത്തൻ മിൻ ഖത്അമ ഖാലത്ത് യാ റസൂലല്ലാഹ് ഇന്ന ഫരീളത അല്ലാഹി ഫിൽ ഹജ്ജി അല ഇബാദിഹി, അള്ളാഹു അടിമകളുടെ മേൽ കണക്കാക്കിയിരിക്കുന്ന ഫർളുണ്ടല്ലോ, അതറക്ക തബി, എൻ്റെ വാപ്പ പിന്നെ എത്തിയിട്ടുണ്ട്, വാപ്പാക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്, ഷെയ്ഖൻ കബീറായിട്ടാണ് എത്തിച്ചിട്ടുള്ളത്. ലാ അസ്തതിഉ അൻ യസ്ബുത അല റാഹില, വണ്ടിൻ്റെ മേലെ നിൽക്കാൻ കഴിയില്ല നബിയേ. അഫ അഹുജ്ജു അൻഹു, ഞാൻ വാപ്പയെ തൊട്ട് ഹജ്ജ് ചെയ്യട്ടെ. ഖാല നഅം വദാലിക ഫി ഹജ്ജത്തുൽ വദാ, ആ ചർച്ച ഹജ്ജത്തുൽ വദായിലാണ് എന്ത് ചെയ്തത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഘട്ടങ്ങൾ മനസ്സിലായി. നബിയോട് അങ്ങോട്ട് ചോദിച്ചാണ്. അപ്പോൾ തോഴത്തായിട്ട് എന്ത് ചെയ്യുക, വാപ്പാക്ക് ചെയ്യുക. കൂലി വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഉജർ മിസിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പറ്റും. അതല്ല ഒരാൾ പിന്നെ വെറുതെ തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണ്ട, പിന്നെ സൗജന്യമായിട്ട് സമ്പത്തിൻ്റെ വേണ്ട, തോഅത്ത് വാഗ്ദാനം ചെയ്താൽ അതെന്ത് ചെയ്യുക, അത് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ മറ്റവർക്ക് ഇഹ്റാമിൻ്റെ മുമ്പാണെങ്കിൽ പിന്മാറാമെന്നും പറ്റൂ, ഇഹ്റാം കെട്ടിയതിന് ശേഷം പിന്നെ എന്താ പറ്റൂല, പിന്മാറാനും പറ്റൂല എന്നുള്ള ചർച്ചയും പറഞ്ഞു.